ഇസ്രായേൽ ഇറാൻ സംഘർഷം മൂർച്ഛിച്ച് നിൽക്കവേ തന്നെ ഒരു അക്ഷരം പോലും മിണ്ടാതെ ചൈന ഇതുവരെ തന്നെ യാതൊരുവിധ പ്രതികരണവും ഈ വിഷയത്തിൽ നടത്തിയിട്ടില്ല. ഇറാന് വലിയ രീതിയിൽ ഒരു ആടിയുലച്ചിൽ ഉണ്ടാകുമ്പോൾ ചൈനയ്ക്ക് കിട്ടുന്ന മാരകമായൊരു പ്രഹരമാണ് എന്നതും അത് വിലയിരുത്തപ്പെടുന്നുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ഇവിടെ പണി കിട്ടാൻ പോകുന്നത് ചൈനയ്ക്കാണ് എന്ന വിലയിരുത്തലാണ് പുറത്തു വരുന്നത്. ചൈനയുടെ ഇന്ധന വിതരണ ശൃംഖല തകരുമോ എന്ന ആശങ്കകൾ ഇപ്പോൾ ഉയരുകയാണ്. ഇറാനിലെ യുദ്ധ സാഹചര്യം ഇന്ധനവില കുതിച്ചുയരുവാനും അത് ചൈനയുടെ ആഭ്യന്തര ഉൽപാദനത്തെ ബാധിക്കുവാനും കാരണമാകും എന്നതാണ് സാമ്പത്തിക വിദഗ്ധരടക്കം ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൈനിക നീക്കങ്ങൾ ചൈനയുടെ പ്രധാന എണ്ണ വിതരണക്കാരായ ഇറാനെയും വെനസ്വേലയെയും വലിയ രീതിയിൽ ബാധിച്ചത് ബീജിംഗിന് ഒരു തിരിച്ചടിയായതായും പറയപ്പെടുന്നു. ഹോർമൂസ് കടലിടുക്കിലെ പുതിയ പ്രതിസന്ധികൾ കൂടി ചേരുമ്പോൾ ചൈനയുടെ സാമ്പത്തിക ഭദ്രത ഇവിടെ കൂടുതൽ അപകടത്തിലാകുമെന്നതാണ് വസ്തുത. 2 മാസത്തിനുള്ളിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് നടത്തിയ 2 നിർണായക സൈനിക നീക്കങ്ങൾ ചൈനയുടെ സാമ്പത്തിക ഭദ്രതയെ ഇവിടെ ഉലയ്ക്കുന്നതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ജനുവരിയിൽ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മുർഡോയെ പിടികൂടിയതും അതിന് പിന്നാലെ തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയെ വധിക്കുകയും അത് ലോകം സാക്ഷ്യം വഹിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ചൈനയുടെ ഇന്ധന വിതരണ ശൃംഖല തകരുമോ എന്ന ആശങ്കകൾ നിലനിൽക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. ബീജിംഗിന്റെ ഏറ്റവും അടുത്ത തന്ത്രപ്രധാന പങ്കാളിയായ ഈ 2 രാജ്യങ്ങളുടെയും പതനം ചൈനയുടെ എണ്ണ ഇറക്കുമതിയെ നേരിട്ട് ബാധിക്കുമെന്ന് തന്നെ പറയപ്പെടുന്നു. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം വെനസ്വേലയുടെ കയറ്റുമതിയുടെ പകുതിയിലധികവും ഇറാന്റെ പക്കൽ നിന്നുള്ള ക്രൂഡ് ഓയിലിന്റെ സിംഹഭാവവും എല്ലാം തന്നെ ചൈനയിലേക്കാണ് എത്തുന്നത്. ബീജിംഗിന്റെ ആകെ എണ്ണ ഇറക്കുമതിയുടെ 15% ഈ 2 രാജ്യങ്ങളിൽ നിന്നായിരുന്നു. ചൈനയുടെ സാമ്പത്തിക വളർച്ച നിലനിർത്താൻ ക്രൂഡ് ഓയിൽ അവിടെ അത്യന്താപേക്ഷിതമാണ് എന്നിരിക്കെ തന്നെ ഇറാനിലെ യുദ്ധ സാഹചര്യം ഇന്ധനവില കുതിച്ചുയരുവാനും അത് ചൈനയുടെ ആഭ്യന്തര ഉൽപാദനത്തെ ബാധിക്കുവാനും കാരണമായേക്കും എന്നതാണ് സാമ്പത്തിക വിദഗ്ധർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റത്തെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യെ ആകട്ടെ ശക്തമായി തന്നെ അപലപിക്കുകയും തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടിയെക്കുറിച്ച് ചൈന ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല എന്നതും വസ്തുതയായി തന്നെ എടുത്തു പറയുന്നുണ്ട്. ഹോർമൂസ് പ്രതിസന്ധി വലിയ രീതിയിൽ ഇവിടെ ഉണ്ടാകാനുള്ള ഇടയാണ് വരുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതയായ ഹോർമൂസ് കടലിടുക്കിൽ ഉണ്ടായ പുതിയ വെല്ലുവിളികൾ ചൈനയും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെയും കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. സൗദി അറേബ്യ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ വിതരണത്തെയും ഈ പാതയിലെ തടസ്സങ്ങൾ ബാധിക്കും. അനുമതിയില്ലാതെ തന്നെ കടക്കാൻ ശ്രമിച്ച ഒരു എണ്ണക്കപ്പൽ ഹോർമൂസ് അപകടത്തിൽപ്പെട്ടതായും അത് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ സങ്കീർണമായ വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നതും. ഇറാൻ ഈ കടലിടുക്ക് അവിടെ അടയ്ക്കുകയോ അല്ലെങ്കിൽ ഗതാഗതം തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ അത് ലോകമെമ്പാടും വൻതോതിലുള്ള ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണമായേക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.